ഈ പി ജയരാജൻ്റെ അവസ്ഥ എന്താണ്? അദ്ദേഹവും ഈ മാറ്റി നിർത്തപ്പെട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇവർ ഈ യുദ്ധം ഇങ്ങനെ തുടരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ കണ്ണൂരത്തെ ഒരു അപ്രമാദിത്വം ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കും? ഈ താൻ പ്രമാണിത്വം എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, മാടമ്പിത്തം. അയ്യോ എന്നെ കവിഞ്ഞ് വേറെ ആരുമില്ല എന്നുള്ള ഒരു അഞ്ഞൂറാൻ കോംപ്ലക്സ് അത് ഇവർക്കെല്ലാം ഉണ്ട്. അത് കാരണം മരണം വരെ അതങ്ങോട്ടങ്ങ് മരണം വരെ കേസ് പറയുക, തല്ലുക, ഗുണ്ടകളെ വെച്ച് അടിപ്പിക്കുക. തൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ അവർ സമ്മതിക്കില്ല. ഞാൻ തന്നെ നമ്പർ 1 എന്ന്. അവസാനം ഇദ്ദേഹം നമ്പർ 100 ആകും. പക്ഷേ കട്ടിൽ കിടന്നുകൊണ്ട് അങ്ങേര് പറയും ഞാൻ തന്നെ നമ്പർ 1 എന്നിങ്ങനെ. നാക്ക് പൊങ്ങുന്നില്ല, വിരൽ കാണിക്കും. പിന്നെ നിസ്സഹായനായിട്ട് മരിച്ചു പോകും. ഈ കോംപ്ലക്സ് ഒരുപാട് രാഷ്ട്രീയക്കാർക്കുണ്ട്, അല്ലാത്തവർ പ്രസിദ്ധരല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇത്തരം കാരണവന്മാരെ വായത്തിന് 100 പരിചയമില്ല. ജന്തു വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവനോട് പോകാൻ പറ്റാ ആരാ അവൻ? ഇങ്ങർക്ക് വൈകുന്നേരത്തെ കഞ്ഞിക്കുള്ള വകയില്ല, പക്ഷേ ഈ അഹങ്കാരത്തിൻ്റെ കുറവുമില്ല. അപ്പം ഇത് തമ്മിൽ ഈ നാഴിക്കുള്ളിൽ നാഴി കയറുന്നില്ല. ഒരു ജയരാജനും മറ്റേ ജയരാജനും പിക്കുള്ളിൽ ഈ പി കയറുന്നില്ല. ഇതാണ് പ്രശ്നം. കാരണം ഒരു ഈ എക്സ്ട്രാ കിടക്കുന്നു അവിടെ, അതുകൊണ്ട് പിയിൽ കയറുന്നില്ല. അതങ്ങനെ പോയി കലാശിക്കും എവിടെയെങ്കിലും. കണ്ണൂരെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം അതിങ്ങനെ മറിയുകയാണല്ലോ. അവസാനം ആരും നേരത്തെ ഒരു ഭയങ്കര ശക്തരായി നിന്നവരൊക്കെ മാറി. ആകെ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയി എന്നുള്ളതല്ലാതെ മൊത്തത്തിലുള്ള അവിടുത്തെ ഒരു അന്തരീക്ഷം പൂർണ്ണമായിട്ട് മാറിപ്പോയി. പി ജയരാജൻ ഒതുങ്ങി, ഇ പി ജയരാജൻ എം വി ജയരാജൻ ഉള്ളതുപോലെയായി. ഒരു കാലത്ത് 3 ജയരാജന്മാരും ഭയങ്കര താരങ്ങളായി നിന്നൊരു കാലമായിരുന്നു കണ്ണൂർ. അതിൻ്റെ ഒരു മാറ്റം അല്ല, ഈ ഡേഞ്ചറിനെ ഒരു പ്രാദേശിക പ്രശ്നം കൂടെ ഇതിനകത്തുണ്ട്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ എന്നും വടക്കന്മാർക്കായിരുന്നു ആധിപത്യം. തെക്കന്മാരില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പേരിനെ ഉണ്ടാവാറുള്ളൂ. ഒരു അച്യുതാനന്ദൻ, ഒരു ഗൗരിയമ്മ, ടി വി തോമസ്, എം എൻ ഗോവിന്ദൻ, അതൊക്കെ വളരെ പഴയ ഓർമ്മകൾ. അതിനുശേഷം ഒരു വടക്കൻ ആധിപത്യം. ഈ വടക്കന്മാരുടെ സ്റ്റൈലിൽ നിന്ന് വിഭിന്നമാണ് തെക്കന്മാരുടെ, തിരുവിതാംകൂറുകാരുടെ, കൊച്ചി തിരുവിതാംകൂർ ഭാഗത്തിൻ്റെ സ്റ്റൈൽ. ഈ സ്റ്റൈലിൻ്റെ ഒരു മിക്സ് വന്നാൽ പാർട്ടിയിലും ഒരു ബാലൻസ് വരുള്ളൂ. ദിസ് ഈക്വലി അപ്ലൈസ് ടു ബി ജെ പിയുടെ. ബി ജെ പിയിലും നോക്കിക്കോളൂ, പേരെടുത്ത നേതാക്കൾ മുഴുവൻ വടക്കന്മാരാണ്. വടക്കന്മാർ മുഴുവൻ വന്ന് മത്സരിക്കുന്നത് തെക്കാണ്. ആറ്റിങ്ങൽ വന്ന് മത്സരിച്ചത് വടക്കനായ വി മുരളീധരനാണ്. അതിന് മുമ്പ് അവിടെ മത്സരിച്ചത് വടക്കത്തിയാണ്, അവിടെ വോട്ട് കൂട്ടിയത്. ആ വടക്കത്തി വടക്കോട്ട് പോയില്ല, അവർ തെക്ക് തന്നെ ആലപ്പുഴയിൽ മത്സരിച്ചു. വടക്കനായ എം ടി രമേശ് ആറന്മുളയിൽ മത്സരിച്ചിട്ടുണ്ട്. വടക്കനായ കെ സുരേന്ദ്രൻ കോന്നിയിൽ മത്സരിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ഇല്ലാഞ്ഞിട്ടാണ്. ഇത് ഞാനൊരു നാരോ മൈൻഡഡ് പ്രാദേശികവാദം പറയുകയല്ല, ഒരു ബ്ലെൻഡ്, ഒരു മിക്സ് വരണമല്ലോ. ലുക്ക് അറ്റ് കോൺഗ്രസ് സാമാന്യം തെറ്റില്ലാതെ ഈ ബാലൻസ് പാലിച്ചവരാണ്. കെ കരുണാകരൻ വടക്കുന്നാണെങ്കിൽ അത്ര വടക്കൊന്നുമല്ല, എന്നാലും വടക്കെന്ന് പറയാം. എ കെ ആൻ്റണി തെക്കുന്നാണ്. പട്ടംതാണുള്ള തെക്കുന്നായിരുന്നു. ആർ ശങ്കർ തെക്കുന്നായിരുന്നു. എത്ര തെക്കൻ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു? ഉമ്മൻചാണ്ടി തെക്കുന്നാണ്. അതേസമയം തെക്കിന് വല്ലാത്ത വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, വടക്കുള്ളവരും ഇതിനകത്തുണ്ട്. കെ സുധാകരൻ വടക്കുള്ള ആളാണ്. വി ഡി സതീശൻ വേണമെങ്കിൽ ഈ ജിയോഗ്രാഫിക്കലി തിരുവിതാംകൂറുകാരനെന്ന് പറയാം. കാരണം വടക്കം പ്രഭൂർ കൊച്ചിയിലായിരുന്നില്ല, തിരുവിതാംകൂറിലായിരുന്നു. അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഏതായാലും തരക്കേടില്ലാതെ ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോയ ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ. അതിൻ്റെ കുറേ ഗുണങ്ങളും കുറേ ദോഷങ്ങളും ഒക്കെ അവർക്കുണ്ട്. ബട്ട് അതാണ് ഒരു ശരിയായ ബ്ലെൻഡ് എന്ന് പറയുന്നത്. ഈ തെക്കും വടക്കും നടുക്കും ആയിട്ടൊക്കെ വരണം. അങ്ങനെയാണെങ്കിൽ പാർട്ടിയിലെ സമവാക്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകും. അല്ലാതെ ഒരു ഭാഗത്തിന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവരുടേതായ ഈ മാടമ്പി സ്വഭാവമോ അല്ലെങ്കിൽ വഴങ്ങി കൊടുക്കുന്നതോ, തെക്കന്മാർ ഈ പുറകിൽ കൂടെ പാര വയ്ക്കുന്നതിലും മിടുക്കന്മാരാണ്. എല്ലാം തെക്കന്മാരായി കഴിഞ്ഞാൽ സ്ഥിതി ആലോചിച്ച് നോക്കി ആരെ പാര വെച്ചൊന്നും തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയാകും. അതും ഒരു നല്ല ഇതല്ല. അതുകൊണ്ടാണ് ഞാനൊരു ബ്ലെൻഡ് വേണമെന്ന് പറയുന്നത്. ആ ബ്ലെൻഡ് ഇല്ലാത്തതിൻ്റെ ഒരു കഷ്ടപ്പാട് CPM ഉണ്ട്.